സൈബർ അറ്റാക്കിന് വിധേയമായി ദീപക് ആത്മഹത്യ ചെയ്തതിനെ ചൊല്ലി സോഷ്യൽ മീഡിയ ചർച്ചകൾ കൊണ്ട് കളം നിറഞ്ഞു നിൽക്കുകയാണ്. ചർച്ചയിൽ ഇടപെട്ട് അഭിപ്രായം പറയുന്നവർക്കെതിരെ വരെ സൈബർ അറ്റാക്ക് നടക്കുന്ന തരത്തിലേക്ക് പലപ്പോഴും ചർച്ചകൾ വഴിമാറി പോകുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയത്തിലേറെ ജനശ്രദ്ധ നേടിയ ചർച്ചയിൽ അഭിപ്രായ പ്രകടനങ്ങളിൽ ഒന്നായിരുന്നു 24-ൽ നടന്ന തമ്മിൽ എന്ന് നടന്ന ഡിബേറ്റ്. ഏകദേശം എപ്പോഴും ചർച്ച സ്ത്രീ പുരുഷ വിദ്വേഷം വമിക്കുന്ന രീതിയിലേക്ക് വഴിമാറിപ്പോയി എങ്കിലും അനിവാര്യമായ ചില നിർദ്ദേശങ്ങൾ തമ്മിൽ നടത്തിയ ചർച്ച മുന്നോട്ട് വെക്കുന്നുണ്ട്. സൈബർ ഇടങ്ങൾ മനുഷ്യർക്കെതിരെ വിദ്വേഷം പ്രചരിപ്പിക്കുന്നതിനും പൊതുസമൂഹത്തിൽ മനുഷ്യരുടെ ആത്മാഭിമാനം നഷ്ടപ്പെടുത്തുന്നതിനും പലപ്പോഴും സൈബർ ഇടങ്ങളെ തെറ്റായി ഉപയോഗിക്കുന്ന പുതിയ കാലത്ത് അതിനെ നേരിടുന്നതിന് വേണ്ടി കൃത്യമായ ചില നിർദ്ദേശങ്ങൾ ആ ചർച്ച മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിലൊന്ന് പുരുഷ കമ്മീഷൻ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു രാഹുൽ ഈശ്വർ മുന്നോട്ട് വെച്ച പ്രധാന നിർദ്ദേശങ്ങളിലൊന്ന്. അദ്ദേഹം അപ്പോൾ മാത്രമല്ല പലപ്പോഴായി ഈ നിർദ്ദേശം പുതിയ സാഹചര്യത്തിൽ നിരന്തരമായി വ്യാജ പരാതികൾ കൊണ്ടും ലൈംഗിക ആരോപണങ്ങൾ കൊണ്ടും അനാവശ്യമായി പൊതുയിടത്തിൽ പുരുഷന്മാർ തങ്ങളുടെ ആത്മാഭിമാനം നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് പലപ്പോഴും സാഹചര്യങ്ങൾ വഴിമാറി പോകുന്ന ഒരു തലത്തിൽ പുരുഷ കമ്മീഷനും പുരുഷന്മാരുടെ അവകാശങ്ങളും സംരക്ഷിക്കുന്നതിന് വേണ്ടി പുരുഷ കമ്മീഷൻ അനിവാര്യമായി വരുന്നുണ്ട് എന്നുള്ളൊരു നിർദ്ദേശം രാഹുൽ ഈശ്വർ ആ ചർച്ചയിൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മറ്റൊന്ന്, സൈബർ ഇടങ്ങളെ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങളും അതുപോലുള്ള അക്രമങ്ങളും പൊതുയിടത്തിൽ സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്നതിനെ സൈബർ ഇടങ്ങളിൽ പൊതു ഇടങ്ങളിൽ വീഡിയോ പ്രചരിപ്പിച്ച് പല സ്ത്രീകൾക്കും പ്രതികരിക്കേണ്ടി വരുന്നത് സ്ത്രീകൾക്ക് വേണ്ട രീതിയിലുള്ള നീതി ലഭിക്കാതെ പോകുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് ലഭിക്കേണ്ട സുരക്ഷയിൽ നീതിപീഠം കാര്യക്ഷമമായി ഇടപെടേണ്ടതുണ്ട്. അങ്ങനെ കൃത്യമായി നീതിപീഠം നിയമപാലകരും സ്ത്രീ സുരക്ഷാ വിഷയത്തിൽ കൃത്യമായി ഇടപെട്ട് കഴിഞ്ഞാൽ ഇത്തരം സൈബർ ഇടങ്ങളെ സ്ത്രീകൾക്ക് ആയുധമാക്കി ഉപയോഗിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകില്ല എന്നുള്ള ഒരു നിർദ്ദേശം കൂടി ഈ ചർച്ച മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മറ്റൊന്നിൽ ക്യാമറ കാര്യക്ഷമമാക്കുക. CCTV ക്യാമറകൾ ഇപ്പോൾ ഈ ദീപക് മരിക്കാനുണ്ടായ സംഭവ വികാസങ്ങൾ നടന്ന ബസ്സിൽ ദൃശ്യങ്ങൾ കൃത്യമായി ലഭ്യമാകുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ CCTV ദൃശ്യങ്ങൾ ബസ് ഉൾപ്പെടെ പൊതു ഇടങ്ങളിൽ ജനങ്ങൾ ഇടപഴകുന്ന പൊതു ഇടങ്ങളിൽ CCTV ക്യാമറകൾ കാര്യക്ഷമമായി പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നുള്ള നിർദ്ദേശവും ഈ ചർച്ച മുന്നോട്ട് വെക്കുന്നുണ്ട്. മറ്റൊന്ന്, പലപ്പോഴും നമ്മുടെ ചർച്ചകൾ സ്ത്രീ പുരുഷൻ എന്നീ നിലയിൽ ഡൈവേർട്ട് ചെയ്ത് പോകുന്ന സാഹചര്യം പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട്. ആ ചർച്ചയിൽ തന്നെ പുരുഷ കമ്മീഷൻ വേണമെന്ന് രാഹുൽ ഈശ്വർ അഭിപ്രായപ്പെടുമ്പോൾ അതിനോട് മൗനം കൊണ്ടെങ്കിലും ഒന്ന് അംഗീകരിക്കാൻ ഫെമിനിസ്റ്റുകൾ എന്ന് പറയുന്നവർക്ക് സാധ്യമാകുന്നില്ല എന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട്. ഈ ഫെമിനിസത്തിന് വേണ്ടി സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുമ്പോഴും പുരുഷ കമ്മീഷനെ എതിർക്കേണ്ട സാഹചര്യം യഥാർത്ഥത്തിൽ ഈ ഫെമിനിസ്റ്റുകൾക്കില്ലല്ലോ. എങ്കിൽ അതിനെപ്പോലും അംഗീകരിക്കാത്ത തരത്തിലേക്ക് മനസ്സിൽ പുരുഷ വിദ്വേഷം കടന്നുകൂടുന്ന ഒരു തരത്തിലേക്ക് പലപ്പോഴും ഈ ഫെമിനിസ്റ്റ് വാദികളിൽ നമ്മൾ കണ്ടുവരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പുരുഷവാദം അതുപോലെ സ്ത്രീവാദം എന്നുള്ള